പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇതിൽ ജോയിൻ ചെയ്ത കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാക് വർഗീസ് നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. തുടർമാനമായി അപ്പോസ്തല പ്രവർത്തികൾ എന്നുള്ള വിഷയം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുവല്ലോ. ഇന്ന് രാത്രിയിലും ദൈവം തന്നെ ശക്തമായി ഉപയോഗിപ്പാൻ നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് ചുരുക്കമായിട്ട് പ്രാർത്ഥിച്ചാണ്. പരിശുദ്ധനായ ദൈവമായ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് സൂം പ്ലാറ്റ്ഫോമിൽ അടുത്തു വരുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കർത്താവിന്റെ വചനം പഠിപ്പാൻ ദൈവം ഞങ്ങളെ പ്രാപ്തരാക്കി. ഇന്ന് ഞങ്ങൾ കർത്താവ് ദാസിൽ കൂടി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം പഠിപ്പാൻ തക്കവണ്ണം ഒരുക്കത്തോടുകൂടെ പാതപിടിപ്പിലേക്ക് ഞങ്ങൾ ചേർന്ന് വരികയാണ്. കർത്താവിന്റെ വിലപ്പെട്ട ദാസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ വചനം ശക്തിയോടെ പഠിപ്പിപ്പാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപ പിന്നെയും അധികമായി പകരണമേ. കർത്താവെ, ദാസനെ ശാരീരികമായും ദൈവം ബലപ്പെടുത്തണമേ. ആയുസ്സും ആരോഗ്യം ദൈവം കൊടുക്കണമേ. അനേകർക്ക് പ്രയോജനകരമാക്കി തരാനിടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന, പഠനത്തിനായി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പേരുവരായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിന് മഹത്വത്തിനായി ഇന്നത്തെ ക്ലാസ് ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അഗാപ്പെ കോളേജിന്റെ പ്രവർത്തനങ്ങളെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കണമേ. ചുമൽ വഹിക്കുന്ന എല്ലാ കർത്തദാസന്മാരെയും പേരുവരായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. അനുഗ്രഹത്തോടെ മീറ്റിംഗ് പഠനം കഴിഞ്ഞ് എഴുന്നേൽപ്പാനിടയാക്കണമെന്ന് ദൈവത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലമാനവും മഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ റവറൻഡ് ഡോക്ടർ സാക് വർഗീസിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ആദ്യമായിട്ട് അറിയിക്കുന്നു. ഞാൻ ഈ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ ലാലു പാസ്റ്ററെ? ഓക്കെ. സ്ക്രീൻ കാണുകയും ഓക്കെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇന്ന് ആഗതരായിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ ബൈബിൾ ക്ലാസ് വളരെയധികം സന്തോഷത്തോടെ എല്ലാ ദിവസവും എടുക്കുവാൻ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും കോർഡിനേറ്റ് ചെയ്യുന്ന പാസ്റ്റർ ലാലു ജേക്കബിനെ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. അതുപോലെ ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്ന പാസ്റ്റർ ഷാജി, അതുപോലെ ഇവിടെ ആഗതരായിരിക്കുന്ന കർത്തദാസന്മാരെല്ലാവരെയും, സ്റ്റുഡൻസ്, നിങ്ങളെല്ലാവരെയും I greet you this morning. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ 2 ക്ലാസ് നമുക്ക് ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്തെങ്കിലും അത് പൂർണ്ണമായി ചെയ്തോ ഇല്ലയോ എന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട്. അത് ഞാൻ ലാലു പാഷുമായിട്ട് സംസാരിച്ചിട്ട് അത് ഞാൻ അതിൻ്റെ വീഡിയോ നോക്കിക്കഴിഞ്ഞപ്പോൾ അത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പോലെ തോന്നുന്നു. അത് ശരിയായിട്ടില്ല. അത് വീണ്ടും ഞാൻ റെക്കോർഡ് ചെയ്ത് 2 ക്ലാസ്സുകൾ ഞാൻ മലയാളത്തിൽ റെക്കോർഡ് ചെയ്ത് അയക്കാം. ഇപ്പോഴത്തെ 2 റെക്കോർഡിങ് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് ഗുഡ്. ഇന്ന് എനിവേ പ്രധാന വിഷയം നമ്മുടെ 2 ക്ലാസ്സുകൾ 7-ാം അധ്യായത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകളായിരുന്നു. സ്തേഫാനൂസിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ സ്തേഫാനൂസിൻ്റെ ജീവിതം എങ്ങനെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടു. 6-ാം അധ്യായത്തിൻ്റെയും 7-ാം അധ്യായത്തിൻ്റെയും ഒരു സാരം എന്ന് പറഞ്ഞാൽ അതാണ്. 6-ാം അധ്യായത്തിൽ സഭയിലെ യവനന്മാരായ വിധവർക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ അല്പം പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ അതിനുവേണ്ടി അപ്പോസ്തലന്മാരെ 7 പേരെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. നല്ല റെപ്യൂട്ടേഷൻ ഉള്ളവർ, പരിശുദ്ധാത്മാവ് നിറഞ്ഞവർ, നല്ല വിശ്വാസമുള്ളവർ, അതുപോലെ അനുഗ്രഹീതരായ ദൈവദാസന്മാരെ 7 പേരെ തിരഞ്ഞെടുക്കാൻ അപ്പോസ്തലനായ പത്രോസും മറ്റുള്ള അപ്പോസ്തലന്മാരും പറഞ്ഞതനുസരിച്ച് അങ്ങനെയുള്ള 7 പേരെ തിരഞ്ഞെടുത്ത് അവരെ കൈവച്ച് അതിനുവേണ്ടി അനുഗ്രഹിച്ച് ചുമതല ഏൽപ്പിക്കുന്ന വിഷയമാണ് നമ്മൾ 6-ാം അധ്യായത്തിൽ കാണുന്നത്. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അതിൽ
7 പേരിൽ ഒരാളെ പ്രത്യേകം എടുത്ത് കാണിച്ച് ലൂക്കോസ് 7-ാം അധ്യായത്തിൽ എങ്ങനെയാണ് വെറും ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തി, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിനു വേണ്ടി സമർപ്പിച്ച് ദൈവാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് 7-ാം അധ്യായത്തിൻ്റെ സാരം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ സ്തേഫാനോസ്, പ്രൈസ് ദി ലോർഡ്, ഈ മേശയിൽ ശുശ്രൂഷിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിലും ഈ പ്രിയപ്പെട്ടവർ കൂടി ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു. പ്രൈസ് ദി ലോർഡ്, വീര്യപ്രവർത്തികൾ. തൻ്റെ ജ്ഞാനത്തോട് എതിർത്ത് നിൽക്കാൻ അവിടെയുള്ള യാതൊരുക്കും സാധിച്ചില്ല. പ്രൈസ് ദി ലോർഡ്, അത്രമാത്രം ദൈവശക്തി വ്യാപരിച്ച് ദൈവശക്തിയുടെ പ്രകടനം അവിടെ നടക്കുവാൻ ഇടയായിത്തീർന്നു. അദ്ദേഹത്തിൻ്റെ ജ്ഞാനത്തോടും ബുദ്ധിയോടും ആർക്കും എതിർക്കാൻ സാധിക്കാഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിനെതിരായിട്ട് ഒരു കുറ്റാരോപണം ഉണ്ടായി. താൻ പരിശുദ്ധാത്മാവിനും സഭയ്ക്കും ന്യായപ്രമാണത്തിനൊക്കെയും എതിരായിട്ട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു കുറ്റാരോപണം ഉണ്ടായി. അദ്ദേഹത്തെ സെൻഹെഡ്രൻ എന്ന് പറയുന്ന കൗൺസിൽ കൊണ്ടുവരികയും അവർ ഇത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഒരു മറുപടി പറയുന്നതാണ് 7-ാം അധ്യായം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ആ മറുപടിയിൽ തനിക്ക് എതിരായിട്ട് പറഞ്ഞ എല്ലാ വിഷയങ്ങളും ഓരോ വിഷയം എടുത്ത് കാണിച്ച് അത് താനല്ല അതിന് കുറ്റക്കാരൻ, അവരാണ്, ഇസ്രായേലാണ് എന്ന് താൻ തൻ്റെ ആ ഏറ്റവും വലിയ പ്രഭാഷണത്തിൽ കൂടി സ്ഥിരീകരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഐ കോൾ ഇറ്റ് ദ ഡിഫെൻസ് ഓഫ് ദ ഗാസ്പൽ. ആ സുവിശേഷത്തിൻ്റെ ഒരു ഡിഫെൻസ് അവിടെ വളരെ ഭംഗിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ പിതാവായ അബ്രഹാം മെസൊപ്പൊത്താമ്യയിലായിരിക്കുമ്പോൾ തേജോമയനായ ദൈവം എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് തൻ്റെ പാരമ്പര്യത്തിൽ കൂടി യൗസേപ്പിനെ കൊണ്ടുവരികയാണ്. യൗസേപ്പ് എങ്ങനെയാണ് ആ രീതിയിലേക്ക് വന്നത്? യൗസേപ്പിനെ ദൈവം ഇസ്രായേലിൻ്റെ ഈ കുടുംബത്തിൻ്റെ വിടുതലിനായിട്ട് ഒരു വിടുതൽകാരനായിട്ട് നിയമിച്ചുവെങ്കിലും ആ പിതാക്കന്മാരെ യൗസേപ്പിനെ അംഗീകരിച്ചില്ല എന്ന് താൻ കാണിച്ച് അതാണ് ആദ്യമായിട്ടുള്ള അതിലെ പ്രഭാഷണത്തിൻ്റെ വിഷയം. അവിടെ യൗസേപ്പിനെ അവർ തള്ളിക്കളഞ്ഞു. അങ്ങനെ പരിശുദ്ധാത്മാവിനെതിരായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഈ ഇസ്രായേൽ മക്കൾ എന്ന് അദ്ദേഹം അവിടെ കാണിച്ചു. പ്രൈസ് ദി ലോർഡ്. അതിന് ശേഷമായിട്ട് താൻ മോശയെ കൊണ്ടുവന്നു. മോശയെ എങ്ങനെ അവരംഗീകരിച്ചില്ല എന്ന് തൻ്റെ അടുത്തുള്ള വാക്യങ്ങളിൽ അടുത്തുള്ള ആ കാര്യങ്ങൾ കൂടി പറയുകയാണ്. ഇസ്രായേലിൻ്റെ വിടുതലിനായിട്ട് ദൈവം അംഗീകരിച്ച മോശയെ എങ്ങനെ പിതാക്കന്മാരെ തനിക്കെതിരായിട്ട് മത്സരിച്ചു. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷമായിട്ട് താൻ ന്യായപ്രമാണത്തെയും ദേവാലയത്തെയും കൊണ്ടുവരികയാണ്. ദേവാലയത്തിനെതിരായിട്ട് താൻ പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ ദേവാലയത്തെ കൊണ്ടുവന്നിട്ട് താൻ സംസാരിക്കുകയാണ്. ദൈവം ഈ കൈകൊണ്ട് പണിതപ്പെട്ട ദേവാലയങ്ങളിലല്ല, മന്ദിരങ്ങളിലല്ല വസിക്കുന്നത്, പിന്നെയോ യഥാർത്ഥ ദേവാലയം എന്ന് പറയുന്നത് യേശുവാണ്. ആ ദേവാലയത്തിനെയും യേശുവിനെയും നിങ്ങൾ തിരസ്കരിച്ചു, നിങ്ങൾ അംഗീകരിച്ചില്ല. അങ്ങനെ നിങ്ങൾ കുലപാതകന്മാരും ദുഷ്ടരുമാണ്, ഈ പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ ഇന്ന് വരെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് തൻ്റെ ആ ഡിഫൻസ് താൻ അവിടെ തീർക്കുകയും അവരെ വളരെയധികം കോപമുള്ളവരായിട്ട് തീർന്ന് തന്നെ കല്ലെറിഞ്ഞ് താൻ കൊലപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ 2 കാര്യം കൂടെ ഞാൻ സംസാരിച്ചു. ഞാനിത് പറയുന്ന ഈ 2 ക്ലാസ്സുകൾ വേണ്ടതുപോലെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കാഞ്ഞതുകൊണ്ട് ഞാൻ ഒരു മുഖവരയായിട്ട് പറയുന്നേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ 2 കാര്യം അതിൽ കൂടി അദ്ദേഹം കാണിച്ചു. ഒന്ന്, ഈ പ്രഭാഷണത്തിൽ കൂടി തൻ്റെ നേരെ പറഞ്ഞിരുന്ന ആ കുറ്റങ്ങളെല്ലാം ശരിയല്ല എന്ന് പറഞ്ഞ് അത് സ്ഥിരീകരിച്ചത് കൂടാതെ, പ്രൈസ് ദി ലോർഡ്, 2 കാര്യം നാം ഇവിടെ ഓർക്കണം. അപ്പോസ്തലനായ ലൂക്കോസ് ഇവിടെ എഴുതുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, 6-ാം അധ്യായത്തിൻ്റെ അവസാനം വാക്യം വായിക്കുമ്പോൾ അവിടെ അവർ നോക്കിയപ്പോൾ അവൻ്റെ മുഖം, സ്തേഫാനോസിൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത് നമ്മൾ പറഞ്ഞല്ലോ, ആദ്യമായിട്ട് താൻ പ്രഭാഷണം തുടങ്ങുമ്പോൾ തേജോമയനായ ദൈവത്തെക്കുറിച്ച് സംസാരിച്ചു. തേജോമയനായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടു. അതേ തേജസ്, പ്രൈസ് ദി ലോർഡ്, ഈ സ്തേഫാനോസിൻ്റെ മുഖത്ത് കണ്ടു എന്ന്
താൻ അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ ലൂക്കോസ് പറയുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് മോശ പർവ്വതത്തിൽ ദൈവമായിട്ടുള്ള സംസർഗത്തിൽ ഇരുന്ന് തിരിച്ചു വരുമ്പോൾ തൻ്റെ മുഖത്ത് ഒരു പ്രഭയുണ്ടായിരുന്നു. അതുപോലെയുള്ളൊരു പ്രഭയാണ് ഈ സ്തേഫാനോസിന് മുഖത്തും കാണാൻ സാധിച്ചത്. അതുകൊണ്ട് ഈ സ്തേഫാനോസ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് ഇസ്രായേലിന് പരസ്യമായിട്ട് ദൈവം അവിടെ മനസ്സിലാക്കി കൊടുത്തു. അവർക്ക് മാനസാന്തരത്തിന് ഉള്ള ഒരു സമയം കൊടുത്തു. എന്നാൽ അവർ മാനസാന്തരപ്പെട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് അത് ഒരു മുഖവരയായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ കല്ലേറ് ഏറ്റ് താൻ മരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് പറയുന്ന വേറൊരു വിഷയമാണ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതേ മോഡലിൽ അതേ രീതിയിൽ തന്നെ കർത്താവേ പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായതുകൊണ്ട് അവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് തൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് തൻ്റെ ഓട്ടം ഓടി വിശ്വാസം കാത്ത് ദൈവവചനം പ്രാഗൽഭ്യത്തോടെ സംസാരിച്ച് യേശുക്രിസ്തുവിൻ്റെ മാഹാത്മ്യം ഈ ലോകത്തിന് വെളിപ്പെടുത്തിക്കൊണ്ട് താൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ നിർത്തിയത്. പ്രൈസ് ദി ലോർഡ്. സ്തേഫാനോസിനെ കുറിച്ചുള്ള ആ വലിയ കാര്യങ്ങൾ ലൂക്കോസ് എഴുതിയിരിക്കുന്നതിൻ്റെ വിഷയം മറ്റൊന്നുമില്ല. നമ്മൾ പഠിക്കേണ്ടത് ഇത് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആധാരമായി എടുക്കേണ്ട വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സാമാന്യമായിരുന്ന ഒരു വ്യക്തിയിൽ ദൈവാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതം ദൈവത്തിനും ദൈവരാജ്യത്തിനും ദൈവമക്കൾക്കും എങ്ങനെ പ്രയോജനപ്പെട്ടു, എങ്ങനെ ഉപയോഗിക്കപ്പെട്ടു എന്നുള്ള പഠനം നമ്മൾ പഠിച്ചതുകൊണ്ട് നമുക്കും സാധാരണക്കാരായിരിക്കുന്ന നമ്മൾക്കും പ്രൈസ് ദി ലോർഡ് ഈ ദൈവശക്തി നമ്മുടെ മേൽ വരുമ്പോൾ നമുക്കും ഇതുപോലെയുള്ള കാര്യങ്ങൾ കർത്താവിൻ്റെ ഒരു സാക്ഷിയായിട്ട് നിൽക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് ഈ പഠനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായിട്ട് നമ്മളിത് മനസ്സിലാക്കേണ്ട വേറൊരു വിഷയം, കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഉയരത്തിൽ നിന്ന് ശക്തി വരുമ്പോൾ നിങ്ങൾ യെരൂശലേമിലും യഹൂദ്യയിലും ശമറിയയിലും ഭൂലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുവിൻ. പ്രൈസ് ദി ലോർഡ്. ഈ ലൂക്കോസ് ഈ എഴുതുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളുടെ ഈ ചരിത്രം എഴുതുമ്പോൾ അതിൽ കൂടി കാണിക്കുന്ന വേറൊരു വിഷയം അതാണ്, അന്ന് യേശു ക്രിസ്തു കൊടുത്ത ആ കമ്മീഷൻ, ആ കൽപ്പന പ്രകാരം എങ്ങനെ ആദ്യ നൂറ്റാണ്ടിലെ സഭയും അപ്പോസ്തലന്മാരും സുവിശേഷത്തിൽ വളരെയധികം അവർ പ്രവർത്തിച്ചു. അതുകൊണ്ട് അവിടെ എങ്ങനെ ഈ യെരൂശലേമും യഹൂദ്യയും മുഴുവനും അവർ സുവിശേഷം കൊണ്ട് നിറച്ചു. അതാണ് സൻഹേദ്രിൻ പറഞ്ഞത്, യു ഹാവ് ഫിൽഡ് ദി സിറ്റി വിത്ത് ദിസ് ഗോസ്പൽ. ഈ പഠിപ്പീര് കൊണ്ട്, ഈ ഡോക്ടറിൻ കൊണ്ട് നിങ്ങൾ ഈ യെരൂശലേമിനെ മുഴുവനും നിറച്ചിരിക്കുന്നു. അത് അവരൊരു നെഗറ്റീവായിട്ട് പറഞ്ഞതെങ്കിലും നമുക്ക് മനസ്സിലാക്കേണ്ട വലിയൊരു വിഷയമുണ്ട്. ഇതാ ആ കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ശിഷ്യന്മാർ പ്രൈസ് ദി ലോർഡ് വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ യെരൂശലേം മുഴുവനും ഈ സുവിശേഷം കൊണ്ട് അവർ നിറയിച്ചു. സകല മനുഷ്യരും ഈ സുവിശേഷം കേട്ടു. പ്രൈസ് ദി ലോർഡ്. അതാണ് 7-ാം അധ്യായത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് രാത്രി നമ്മൾ 8-ാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ 8-ാം അധ്യായത്തിൽ ഇതുപോലെ തന്നെ ഈ ലൂക്കോസ് എഴുതുമ്പോൾ താൻ കാണിക്കുന്ന 3 വിഷയങ്ങളാണ് ഈ 8-ാം അധ്യായത്തിലുള്ളത്. അതിലെ ഒരു വിഷയം, അന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 7 പേരിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഫിലിപ്പോസ്. ആ ഫിലിപ്പോസിനെ ദൈവം എങ്ങനെ ഉപയോഗിച്ചു എന്ന് ഉള്ളതാണ് ഇതിൻ്റെ ആദ്യം മുതൽ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. 9 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ എങ്ങനെ അവിടെ വലിയ ശമറിയയിൽ വളരെ ഒരു സുവിശേഷ വിപ്ലവം ഉണ്ടായി, എങ്ങനെ അനേകർ കർത്താവിലേക്ക് വന്നപ്പോൾ പരിശുദ്ധാത്മ ശക്തി അവരുടെ മേൽ വന്നു. യെരൂശലേമിൽ നിന്ന് അപ്പോസ്തലന്മാർ അവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു എന്നും അങ്ങനെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചില കള്ളപ്രവാചകന്മാരെ അതെങ്ങനെ കൈകാര്യം ചെയ്തു, കർത്താവ് അതെങ്ങനെ അതിനെ കൈകാര്യം ചെയ്തു എന്ന് ആണ് 25-ാമത്തെ ഉള്ള വാക്യങ്ങൾ.
അതിനുശേഷമുള്ള അധ്യായം 8-ാം അധ്യായത്തിൻ്റെ 26 വരെയുള്ള ബാക്കിയുള്ള ഭാഗങ്ങൾ എങ്ങനെ ഈ ഫിലിപ്പോസിനെ വീണ്ടും ഒരു സുവിശേഷത്തിന് വേണ്ടി കർത്താവ് ഒരുക്കി, അതേവരെ സുവിശേഷം കേൾക്കാത്ത ഒരു വ്യക്തിയെ സുവിശേഷം കൊണ്ട് നിറച്ച് ഹല്ലേലൂയ അവൻ ദൈവസ്ഥാനത്തിൽ വരുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്ന സംഭവമാണ് അതിൻ്റെ അവസാന ഭാഗം. അങ്ങനെ 3 കാര്യങ്ങളാണ് ഈ 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആരംഭമായിട്ട് ഇന്ന് നമുക്ക് 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ പ്രൈസ് ദി ലോർഡ് 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ പിന്നെ നമുക്ക് മേഴ്സി ഫിലിപ്പ് ഉണ്ടെങ്കിൽ വായിച്ചാട്ട്, അല്ലെങ്കിൽ നമ്മൾ ആരെയും തിരഞ്ഞെടുത്തില്ല വായിക്കാൻ. അതുകൊണ്ട് സാധാരണ വായിക്കുന്ന നിങ്ങളെ ആരെങ്കിലും വായിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരൂശലേമിലേക്ക് സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമര്യ ദേശങ്ങളിൽ ചിതറിപ്പോയി. ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്തു. അവനെ കുറിച്ച് വലിയൊരു പ്രലാപം കഴിച്ചു. എന്നാൽ ശൗൽ വീടുതോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിടിച്ച് തടവിൽ ഏൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടെ ഇവിടെ സഞ്ചരിച്ചു. ഫിലിപ്പോസ് ശമര്യ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങൾ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏകമനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ട് അനേകം പക്ഷവാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു സിസ്റ്ററെ. അത് വായിച്ചതിൽ വളരെ സന്തോഷം. അപ്പോൾ ഈ 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ അതിൻ്റെ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആദ്യമേ ഞാൻ ഇന്ന് ഐ ഹാവ് ടു അപ്പോളജൈസ് ടു യു വൺ തിങ്. ഇന്ന് മലയാളത്തിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ സംസാരിക്കാൻ കഴിവുള്ളിടത്തോളം അത് കഴിഞ്ഞിട്ട് ഞാനിത് ഈ പവർ പോയിൻ്റ് എടുത്ത് അത് മലയാളത്തിൽ തർജ്ജമ ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് രാത്രി നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പം ആദ്യമായിട്ട് ഈ 8 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, പ്രൈസ് ദി ലോർഡ്, ഇത് ലൂക്കോസ് എഴുതുമ്പോൾ സ്തേഫാനോസിനെ കൊല ചെയ്തു, എങ്ങനെ അവൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് 7-ാം അധ്യായത്തിൽ പറഞ്ഞിട്ട് 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വലിയൊരു വിലാപത്തോടെ അവനെ അടക്കിയതായിട്ട് താൻ അവിടെ ആ ഭാഗം അത് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അതോടുകൂടി തന്നെ ഇവിടെ വേറൊരു വ്യക്തിയെ താൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതാണ് അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അത് ശൗലെന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്നാൽ ശൗൽ വീട് തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ച് തടവിൽ ഏൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഈ 8-ാം അധ്യായത്തിൽ വരുമ്പോൾ ശൗലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും 8-ാം അധ്യായത്തിലെ പ്രധാന വിഷയം ഫിലിപ്പോസിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ഈ ശൗലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ലൂക്കോസ് വിവരിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഇത് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ മുതലേ ഞാൻ പറഞ്ഞു, ലൂക്കോസിൻ്റെ ഈ അപ്പോസ്തല പ്രവൃത്തി ലൂക്കോസ് എഴുതുന്നതിൻ്റെ ഒരു പ്രധാന വിഷയം, നമ്മളെ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാന വിഷയം, എന്തെല്ലാം പെർസിക്യൂഷൻ ഉണ്ടെങ്കിലും, എന്തെല്ലാം കഷ്ടതകൾ ഉണ്ടെങ്കിലും, എന്തെല്ലാം എതിർപ്പുകൾ ഉണ്ടെങ്കിലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സഭ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാതലായ ആ വിഷയം താൻ നമ്മളെ വിളിച്ച് കാണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ ദിവസങ്ങളെല്ലാം ഈ അധ്യായങ്ങളെല്ലാം വായിക്കുമ്പോൾ പെർസിക്യൂഷൻസ് ഉണ്ട്, എന്നാൽ സഭ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യെരൂശലേമിൽ നിന്ന് ഇതാ യഹൂദിയായും യെരൂശലേമും യഹൂദിയായും സുവിശേഷം കൊണ്ട് നിറഞ്ഞു. ഇനിയും എന്താണ്? അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരൂശലേമിലെ സഭയ്ക്കുള്ള ഒരു വലിയ ഉപദ്രവം നേരിട്ടു എന്നെല്ലാം പറഞ്ഞിട്ട് ശൗല് ചെയ്ത പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് ഇവിടങ്ങളായിട്ട് സഞ്ചരിച്ചു. അപ്പോൾ ഈ കഷ്ടത അല്ലെങ്കിൽ പെർസിക്യൂഷൻ, ഉപദ്രവം വന്നപ്പോൾ വീട്ടിൽ കയറി ഭയപ്പെട്ട് കതവും അടച്ച് ഇരുന്ന ഒരവസ്ഥയല്ല. പിന്നെയോ സഭ, അന്നത്തെ വിശ്വാസികളെ അവരെ ഒരിടത്ത് ഉപദ്രവം ഉണ്ടായപ്പോൾ
അവരവിടെ നിന്ന് പോയി വേറൊരു സ്ഥലത്തേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. അതായിരിക്കണേ നമ്മുടെ സുവിശേഷത്തിൻ്റെ ഒരു പ്ലാൻ. അപ്പോസ്തലനായ പൗലോസിനെ നമ്മൾ ഇനി 9 മുതലുള്ള അധ്യായം മുതൽ വായിക്കുമ്പോൾ കാണുമ്പോൾ അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിലെ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയൊരു വിജയത്തിൻ്റെ വിഷയമാണ് താൻ ഒരു സ്ഥലത്ത് പോയി സുവിശേഷം അറിയിച്ചു. അവിടെ ആൾക്കാർ രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്നു. അതിനവസാനം ഒരു എതിർപ്പുണ്ടാകുമ്പോൾ താൻ അവിടെ നിന്ന് ഇനി തീർന്നല്ലോ എന്ന് വിചാരിച്ച് പ്രവർത്തി നിർത്തുകയല്ല, അടുത്ത സ്ഥലത്തേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ ഇവിടെ 4-ാം വാക്യം വായിക്കുമ്പോൾ ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ ഇവിടങ്ങളിലായിട്ട് സഞ്ചരിച്ചു. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ എവിടെയെങ്കിലും പോയി സുവിശേഷം പറഞ്ഞ് ആ വാതിൽ അവിടെ അടഞ്ഞു പോയെങ്കിൽ, ഓ കർത്താവ് എന്നെ വിളിച്ചില്ല, അല്ലെങ്കിൽ എൻ്റെ സുവിശേഷം ഇവിടെ തീർന്നു, എൻ്റെ പ്രവർത്തനം അവസാനിച്ചു എന്ന് പറഞ്ഞ് നിൽക്കാതെ അടുത്ത വാതിൽ എവിടെ തുറന്നു കിട്ടുന്നോ അവിടേക്ക് പോകാൻ നമ്മൾ സന്നദ്ധരായിരിക്കണം. അതാണ് ഈ അധ്യായത്തിൻ്റെ 3 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ അങ്ങനെ ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2 കാര്യം ഇവിടെ ഞാൻ ചൂണ്ടിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ആരാണ് ഫിലിപ്പോസ്? മേശയിൽ ശുശ്രൂഷിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട 7 വ്യക്തികളിൽ ഒരു വ്യക്തിയാണ് ഫിലിപ്പോസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൻ്റെ 6-ാം അധ്യായത്തിലേക്ക് 6-ാം അധ്യായത്തിൻ്റെ അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൻ്റെ പ്രൈസ് ദി ലോർഡ് അതിൻ്റെ 5 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇത് and the saying pleased the whole multitude, and they choose Stephen, a man full of faith and Holy Spirit, and Philip. രണ്ടാമതായിട്ടുള്ള പറയുന്നത് നമ്മുടെ 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം പറഞ്ഞ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട 7 പേരിൽ രണ്ടാമതായിട്ട് പറഞ്ഞ പേരാണ് ഫിലിപ്പ്. പ്രൈസ് ദി ലോർഡ്. ആ ഫിലിപ്പോസ്, പ്രൈസ് ദി ലോർഡ്, ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ സംസാരിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ പറയാൻ വന്ന ഒരു വിഷയം, ഈ മേശയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് തിരഞ്ഞെടുത്തെങ്കിലും ഈ സ്തേഫാനോസിൻ്റെയും ഫിലിപ്പോസിൻ്റെയും ഒക്കെയും അവരുടെ തീരുമാനം സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഒരു പക്ഷെങ്കിൽ ഡോക്ടറായിരിക്കാം, നേഴ്സായിരിക്കാം, എൻജിനീയർ ആയിരിക്കാം, കൃഷിക്കാരനായിരിക്കാം, എന്തായിരുന്നാലും അതൊക്കെ. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാന ഉദ്ദേശം സുവിശേഷം പറയുക എന്നുള്ളതായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. റിഗാർഡ്ലെസ് നമ്മൾ ഏത് രീതിയിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതല്ല. ഇവിടെ മേശയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന സ്തേഫാനോസും ഫിലിപ്പോസും അവരുടെ ദൗത്യം, അവരുടെ ജീവിതത്തിൻ്റെ ദൗത്യം മേശയിലെ ശുശ്രൂഷ ഭംഗിയായിട്ട് ചെയ്തെങ്കിലും അവരുടെ ജീവിത ദൗത്യം അവർ ചിന്തിച്ച അതല്ല, സുവിശേഷം അറിയിക്കുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എല്ലാവരും, പ്രൈസ് ദി ലോർഡ്, ഈ ബൈബിൾ ക്ലാസ്സിൽ ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാവരും ഇതൊരു വിഷയമായിട്ട് ചിന്തിച്ച് നിങ്ങളുടെ ജീവിതത്തിലും ഇത് പ്രായോഗികമാക്കണം. ഏത് രീതിയിൽ നിങ്ങൾ പ്രൊഫഷൻ ആയിരുന്നാലും ഇന്ന് രാത്രി കർത്താവേ, എൻ്റെ യഥാർത്ഥമായ ജീവിതത്തിൻ്റെ ഉദ്ദേശവും അതിൻ്റെ പ്രൊഫഷനും എന്താണ്? സുവിശേഷം അറിയിക്കുക. ഹല്ലേലൂയ. അത് ഇന്ന് രാത്രി നിങ്ങൾ ഏറ്റെടുക്കണം. നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്തുകൊണ്ട് ഈ കർത്താവായ യേശു ക്രിസ്തു വേഗം വരുന്ന ഈ സമയത്ത് അനേകരെ കർത്താവിലേക്ക് ആദായപ്പെടുത്തുവാൻ ആ ഒരു ശ്രദ്ധയോടെ നമ്മൾ മുമ്പോട്ട് പോകണം. അതിന് എന്തെല്ലാം തടസ്സങ്ങളുണ്ടെങ്കിലും, നമ്മുടെ വീടുകളിലെ തടസ്സങ്ങളോ, നാട്ടിലെ തടസ്സങ്ങളോ, പഞ്ചായത്തിലെ തടസ്സങ്ങളോ, ഗവൺമെൻറ്റിൻ്റെ തടസ്സങ്ങളോ, എന്തെല്ലാം തടസ്സങ്ങൾ വന്നാലും നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം സുവിശേഷം അറിയിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ പോവുകയാണ്. അത് ഒന്ന് സമ്മതിക്കുന്നവരെല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒരു ഹല്ലേലൂയായി ഒരു ആമേനും പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് കർത്താവിന്റെ സുവിശേഷം എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രധാന പങ്കാകുമെന്ന് ഏതാണ് നിങ്ങളുടെ സുവിശേഷ സ്ഥലം എന്നുള്ളത് കർത്താവ് കാണിച്ചു തരും. നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരുന്നാൽ നിങ്ങൾ കാണിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഇന്നത്തെ ക്ലാസ് പ്രത്യേക രീതിയിൽ പോവുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് പ്രകാരം എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം ഇവിടെ പറയാം. ഞാൻ 23-ാമത്തെ വയസ്സിലെ
കോട്ടയത്ത് വരുന്ന സമയത്ത് അവിടെ വെച്ചാണ് ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വരുന്നത്. ഞാൻ സീബഗൈ എന്ന് പറയുന്ന ആ കമ്പനിയിലെ ഒരു ഫാർമസ്യൂട്ടിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് അവിടെ ജോലി ചെയ്യാൻ വരുന്ന സമയത്ത് യശൻപുരം കൂരോപ്പട എന്ന് പറയുന്ന അത് പാമ്പാടിയുടെ ഒരു സബർബാണ്. അവിടെ ഒരു സ്ഥലത്ത് ഒരു യാക്കോബായ ഭവനത്തിൽ ഒരു മരണമുണ്ടായി. ആ ഭവനത്തിൽ ഒരു കുടുംബത്തിൽ ഒരു മകള് മാത്രമുള്ള ഒരു കുടുംബത്തിൽ 12 വയസ്സുള്ള പെൺകുട്ടി യാക്കോബായ സമുദായത്തിൽ അവർ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് മരിച്ചു പോകാൻ ഇടയായി തീർന്നു. അവർ വളരെ ഭാരത്തിലായി. അന്ന് ഞാൻ വിശ്വാസി വന്ന് കോട്ടയത്ത് ജോലി ചെയ്യുന്ന സമയമാണ്. 1 മാസം കഷ്ടിച്ചായി കാണും. അവിടെ ഉണ്ടായിരുന്ന ഈ ഭവനത്തിൻ്റെ ഒരു ബന്ധമുള്ള ഒരു പാസ്റ്റർ, എനിക്ക് പരിചയമുള്ള ഒരാളായിരുന്നു. അദ്ദേഹവും കൂടെ വിളിച്ച് ഞങ്ങൾ രണ്ടുപേരും ആ വീട്ടിൽ പോയി അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി, കർത്താവ് അവർക്ക് ഒരു ആശ്വാസമായിരിക്കാൻ വേണ്ടി അവരുടെ വീട്ടിൽ പോയി. ആ വീട്ടിൽ പോയി അവർക്ക് ആശ്വാസ വചനം പറഞ്ഞു കൊടുത്തത്, കർത്താവിൻ്റെ വചനം പറഞ്ഞു കൊടുത്തപ്പോൾ അവരുടെ ഹൃദയം, പ്രൈസ് ദി ലോർഡ്, അവർക്കൊരു സമാധാനമുണ്ടായി. എന്നാൽ അതിലപ്പുറമായി ആ സുവിശേഷത്തിൽ കൂടി ആ ഭവനം മുഴുവനായിട്ടും രക്ഷയിലേക്ക് വന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പനും അമ്മയും 2 ആൺകുട്ടികളും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആ സമയത്ത് വിശ്വാസത്തിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല, അതിനുശേഷം അവർ പറഞ്ഞു, ദേവദാസന്മാരെ, ഞങ്ങളുടെ ഭവനം നിങ്ങൾക്ക് ഇവിടെ വന്ന് സുവിശേഷം പറയാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ തുറന്നു തരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ഭവനത്തിലെ എല്ലാ സാറ്റർഡേയിലും എല്ലാ സൺഡേയിലും ഒരു ചെറിയ ഒരു സഭായോ ഒരു മീറ്റിംഗ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അതിൽ കൂടി 1 വർഷത്തിനിടയിൽ എൻ്റെ മെമ്മറി ശരിയാണെങ്കിൽ ഓൾമോസ്റ്റ് 75-80 ആൾക്കാരെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയിലേക്ക് വന്നു. അതിലെ ചിലർ ഭയങ്കരമായിട്ട് കുടിയന്മാരായിട്ട് ഇരുന്നവരാണ്. പല ആൾക്കാരും അവരുടെ കള്ളുകൂടി എല്ലാം വിട്ട്, പ്രൈസ് ദി ലോർഡ്, അവർ കുടുംബമായിട്ട്, ഹൗസ് ഹോൾഡ് കുടുംബമായിട്ട് അവരപ്പനും അമ്മയും മക്കളും എല്ലാം സുവിശേഷം കേട്ട് അവർ രക്ഷിക്കപ്പെട്ട് അനേക സ്നാനങ്ങൾ അവിടെ നടന്ന് ഇന്ന് ആ ഭവനങ്ങളിലെ ചില ഭവനങ്ങളിൽ നിന്ന് ഇന്ന് ചില ഭവനത്തിൽ തന്നെ 2, 3, 4 പാസ്റ്റേഴ്സ് ഉള്ള ഭവനങ്ങൾ ഇന്ന് ആ ഭവനങ്ങളാണ്. ഞാൻ നമ്മളോട് പറഞ്ഞതിൻ്റെ ഉദ്ദേശം, എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഐ വാസ് എ ഫാർമസ്യൂട്ടിക്കൽ റെപ്രസെൻറ്റേറ്റീവ്, ഒരു കമ്പനിയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ കർത്താവിനെ പഠിപ്പിച്ച ഒരു വിഷയം, എൻ്റെ പ്രൊഫഷൻ ഏതായിരുന്നാലും സുവിശേഷത്തിന് വേണ്ടി നമ്മൾ പോയി കഴിഞ്ഞാൽ കർത്താവ് അതിൽ കൂടി നമ്മളെ ബലപ്പെടുത്തും, അനേകർ മുമ്പോട്ട് വരും. അതുപോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും, അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ആ പ്രദേശത്ത് കർത്താവ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ചെവി കേൾക്കാൻ വയ്യാത്തവർക്ക് ചെവി കേട്ടു. ഭൂതങ്ങൾ പുറത്തു പോയി. ചിലരുടെ വീടുകളിലെ കൂടോത്രങ്ങൾ വെച്ചിരുന്ന് ആരാധിച്ചുകൊണ്ടിരുന്ന വീടുകൾ കയറി ചെന്നപ്പോൾ ആ കാര്യങ്ങളൊക്കെയും വെളിപ്പെടുകയും അവർ കുടുംബമായിട്ട് കർത്താവിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഒരു സന്തോഷത്തിനും ഒരു ധൈര്യത്തിനും വേണ്ടി ഇന്ന് ഞാൻ പറഞ്ഞാണ്, ഞാൻ ആ സമയത്ത് ബൈബിൾ സ്കൂളിൽ പോയിട്ടില്ല, സുവിശേഷത്തെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയാമായിരുന്നില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയണം, കർത്താവാണ് നമ്മുടെ രക്ഷിതാവ്, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യാസം വരും എന്ന് ഉള്ള ഒരു കാര്യം ജനത്തോട് പറയണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ തുടങ്ങിയ പ്രവർത്തനമാണ്. ആ പ്രവർത്തന ശേഷമാണ് 14-ാം മൈലിലെ വേല ആരംഭിക്കാൻ ഇടയായത്. അത് ആ പ്രവർത്തനത്തിൽ കൂടിയാണ് ഇപ്പോൾ നമ്മുടെ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ ലാലു ജേക്കബൊക്കെയും മുമ്പോട്ട് വരാൻ ഇടയായി തീർന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ പറഞ്ഞ വിഷയം, നിങ്ങളുടെ പ്രൊഫഷൻ, നിങ്ങളുടെ ജീവിതം, നിങ്ങളൊരു വീട്ടമ്മയായിരിക്കാം, പ്രൈസ് ദി ലോർഡ്, ഒരു ടീച്ചറായിരിക്കാം, എന്തായിരുന്നാലും സുവിശേഷം പറയുവാൻ വേണ്ടി ഇന്ന് രാത്രി നമ്മളെ തന്നെ സമർപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പ്രൈസ് ദി ലോർഡ്, ഇവിടെ ഫിലിപ്പോസ് ശമറിയായിൽ ചിതറിപ്പോയവരിൽ പലയിടത്തും പോയി സുവിശേഷം അറിയിച്ചവരിൽ ഫിലിപ്പോസ് ശമറിയായിൽ പോയി സുവിശേഷം അറിയിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ ചൂണ്ടിക്കാണിച്ച വിഷയം ഒന്ന്, കർത്താവ് ആരിൽ കൂടെയും പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണ്. രണ്ടാമത്, എന്തുകൊണ്ടാണ് ലൂക്കോസ് ഇത് ഇവിടെ എഴുതിയിരിക്കുന്നതിൻ്റെ കാരണം, കർത്താവായ യേശു ക്രിസ്തു അന്ന് ആദിമ നൂറ്റാണ്ടിലെ സഭയ്ക്ക് കൊടുത്ത കൽപ്പന, കൽപ്പനയും പ്രോഫസിയും പ്രവചനവും അതുപോലെ
ഒരു തടസ്സവുമില്ലാതെ പോകുന്നു എന്ന് ഞാൻ തടസ്സങ്ങളുണ്ട് എന്ന കർത്താവിൻ്റെ പരിപാടിയിൽ തടസ്സമില്ലാതെ സഭ ഇതാ വളർന്നിപ്പോൾ യെരുശലേം, യഹൂദ്യ, ഇപ്പോൾ സഭ എങ്ങോട്ട് വരെയായി? ശമറിയ വരെയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് അതിൻ്റെ 5-ാം വാക്യത്തിൽ, ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. പിന്നെ 6-ാം വാക്യം വായിക്കുമ്പോൾ, ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളും അത്ഭുതം ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന വിഷയം അതാണ്. എവിടാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും കൂടുതൽ നടക്കുമെന്ന് പറഞ്ഞാൽ, എൻ്റെ അനുഭവത്തിൽ പറഞ്ഞാൽ മിഷൻ ഫീൽഡിലാണ്. സുവിശേഷം അറിയാത്തവരുടെ അവിടെ ചെല്ലുമ്പോൾ അവിടെ സുവിശേഷത്തിന് ഒരു സൈനായിട്ട്, ഒരു സിമ്പലായിട്ട് അവിടെയാണ് ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ നടന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിശ്വാസികളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും. പ്രൈസ് ദി ലോർഡ്. ദൈവദാസന്മാരാണെന്ന് കാണിക്കാനും അവർ പറയുന്ന വാക്കുകൾ ദൈവത്തിൽ നിന്നുള്ള വാക്കുകളാണെന്ന് ലോകത്തെ മനസ്സിലാക്കാനും വേണ്ടിയാണ് ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഹൗ ഗാഡ് attested Jesus of Nazareth with the signs and wonders and miracles among you. കർത്താവിനെ എങ്ങനെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവം അവനെ ഇതാണ് യേശു എന്ന് കാണിച്ചു കൊടുത്തതുപോലെ അപ്പോസ്തലന്മാരിലും അതുപോലെ തൻ്റെ ജോലി ചെയ്യുന്നവർക്കൊക്കെയും ദൈവം നൽകിയിരിക്കുന്ന ഒരു അവകാശമാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും. ആദ്യ നൂറ്റാണ്ടിലെ സഭ പ്രാർത്ഥിച്ചപ്പോൾ, 4-ാം അധ്യായത്തിൽ പ്രാർത്ഥിച്ചതിലെ രണ്ട് വിഷയങ്ങൾ അതാണ്. ഒന്ന്, ലോർഡ് ഗീവ് us the boldness to speak the word. നിന്റെ വചനം സംസാരിപ്പാൻ പ്രാഗൽഭ്യം തരണമേ. പ്രൈസ് ദി ലോർഡ്. ബോൾഡ്നെസ്. രണ്ടാമതായിട്ട്, stretch your hand to heal and do signs and wonders and miracles. നിന്റെ ദാസന്മാരുടെ കൈകളാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ കർത്താവേ നിന്റെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിച്ചു. അതായിരിക്കണം നമ്മുടെയും പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങൾ 6-ാം അധ്യായത്തിൽ ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പിന്നീട് അവിടെ 7-ാം വാക്യത്തിൽ പറഞ്ഞു, അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനേകം പക്ഷവാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ സുവിശേഷത്തിൻ്റെ ആ പ്രകടനം, ദ ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ ഗാസ്പൽ. പ്രൈസ് ദി ലോർഡ്. എന്തൊക്കെ സംഭവിച്ചു? അവിടെ അനേകരെ വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. അനേക അത്ഭുതങ്ങൾ നടന്നു. പ്രത്യേകിച്ച് അത്ഭുതങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. അശുദ്ധ ഭൂതങ്ങൾ പുറത്തുപോയി. ഡീമൺസ് വെർ കാസ്റ്റ് ഔട്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, എൻ്റെ ആദ്യകാലത്തെ പ്രവർത്തനത്തിൽ ആദ്യ സമയത്തുണ്ടായ ഒരു അനുഭവമാണ് ഭൂതങ്ങളെ പുറത്തു വിടുക എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. അനേക ഭൂതങ്ങൾ പുറത്തു പോകാൻ ഇടയായി തീർന്നു. പക്ഷവാതക്കാരെ പ്രൈസ് ദി ലോർഡ്, അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെ പലരിൽ നിന്നും അവ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനേകം പക്ഷവാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. ആരാണ് ഇതിൻ്റെയൊക്കെയും മുമ്പിൽ നിൽക്കുന്നത്? മേശയിൽ ശുശ്രൂഷിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായ ഫിലിപ്പ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പൈതലെ, ഇന്ന് രാത്രി ഓർക്കേണ്ട വിഷയം, പ്രൈസ് ദി ലോർഡ്, ആദ്യത്തെ എൻ്റെ പോയിന്റ് ഈ സ്ക്രീനിൽ ഞാൻ പറഞ്ഞ പെർസിക്യൂഷൻ ഫുൾഫിൽഡ് ദ പ്രോഫസി. പ്രൈസ് ദി ലോർഡ്. പ്രവചനം ഇവിടെ നിവർത്തിയിരിക്കാൻ ഇടയായ കർത്താവ് പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് ശക്തി ലഭിച്ച് യെരുശലേമിലും യഹൂദിയായാലും ശമറിയായാലും ഭൂലോകം എമ്പാടും എൻ്റെ സാക്ഷികൾ ആകും. പ്രൈസ് ദി ലോർഡ്. ആ പ്രവചനത്തിൽ ഇന്ന് രാത്രി നമ്മൾ പഠിക്കുമ്പോൾ യെരുശലേമിലും യഹൂദിയായാലും ഇതാ ഇപ്പോൾ ശമറിയായാലും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പെർസിക്യൂഷൻ വന്നതുകൊണ്ട്, ഉപദ്രവം വന്നതുകൊണ്ട് ചിതറിപ്പോയെങ്കിലും ചിതറി നഷ്ടപ്പെടുകയല്ല, ചിതറി നശിക്കുകയല്ല, പിന്നെയോ ചിതറി വളരുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോസേഫ് പറഞ്ഞ പോലെ, നിങ്ങൾ എനിക്ക് ഇത് തിന്മയ്ക്കായിട്ട് ചെയ്തു, എന്നാൽ എൻ്റെ ദൈവമോ അത് മാറ്റി ഒരു നന്മയ്ക്കായിട്ട് മാറ്റി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ശൗലും യഹൂദന്മാരും ഇതൊരു തിന്മയ്ക്കായിട്ട് അവരെ നശിപ്പിക്കുവാൻ വേണ്ടി ചെയ്തെങ്കിലും ദൈവം ഒരു നന്മയ്ക്കായിട്ട് അത് മാറ്റി തീർത്തു. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പോസിനെ സമൃദ്ധിയായിട്ട് ദൈവം ഇവിടെ ഉപയോഗിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
പ്രൈസ് ഗാഡ്. അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് കിടക്കാം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് there is power in the gospel. പ്രൈസ് ദി ലോർഡ്. സുവിശേഷത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുന്നതാണ് സുവിശേഷം. കർത്താവായ യേശു ക്രിസ്തുവാണ് സുവിശേഷം. ആ സുവിശേഷത്തിന് ഒരു ശക്തിയുണ്ട്. ഗാസ്പൽ ഈസ് ദ പവർ ഓഫ് ഗാഡ് ടു സാൽവേഷൻ. അത് ഇന്ന പറഞ്ഞതുകൊണ്ടല്ല, ഇന്ന കഴിവുള്ള ആൾക്കാർ പറഞ്ഞതുകൊണ്ടല്ല, ഇന്ന അഭിഷേകമുള്ള ആൾക്കാർ പറഞ്ഞതുകൊണ്ടല്ല. whoever is the believer of Jesus Christ, when you preach the gospel has the power. ആരെങ്കിലും റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാൽ. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 8 വാക്യങ്ങൾ. ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണവും ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുവാൻ കഴിയുന്നതുമില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നില്ല. Praise the Lord. Hallelujah. അതിൻ്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ so then those who are in the flesh cannot please God. അപ്പോൾ ഈ ജഡ സ്വഭാവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക്, ദൈവിക സ്വഭാവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുവാനുള്ള അതാണ് സുവിശേഷത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പവർ ടു സേവ് ഫ്രം സിക്നസ്, പവർ ടു സേവ് ഫ്രം സിൻ, പവർ ടു സേവ് ഫ്രം ഒപ്രഷൻ ആൻഡ് പവർ ടു ഡു മിറക്കിൾസ്. പ്രൈസ് ദി ലോർഡ്. സുവിശേഷത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രൈസ് ദി ലോർഡ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അതാണ്. ഹല്ലേലൂയ. ആദ്യമായിട്ട് പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ സുവിശേഷത്തിന് ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായിട്ട് രോഗികളിൽ നിന്ന് വിടുവിക്കുവാൻ. മൂന്നാമതായിട്ട് പിശാചിൻ്റെ ഒപ്രഷനിൽ നിന്ന് വിടുവിക്കുവാൻ. നാലാമതായിട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ ഉള്ള ശക്തി സുവിശേഷത്തിൽ കൂടിയുണ്ട്. ഗാസ്പൽ, there is power in the gospel. Gospel is the power of God to salvation for those who believe. വിശ്വസിക്കുന്നവർ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. അവർക്ക് ഈ രക്ഷിക്കപ്പെടാനുള്ള ആ ഒരു കാര്യമാണ് സുവിശേഷം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൂന്നാമതായിട്ട് preaching the gospel turns ordinary men and women into powerhouse. Praise the Lord. സുവിശേഷം പറയുമ്പോൾ സാമാന്യമായിട്ടുള്ള വ്യക്തികളെ ഒരു 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 പവർ ഹൗസ് ആയിട്ട്, പ്രൈസ് ദി ലോർഡ്, ശക്തിയുടെ ഒരു 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 പ്രകടനമായിട്ട് മാറ്റി തീർക്കും. അതാണ് സുവിശേഷത്തിൻ്റെ ശക്തി. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അപ്പോസ്തലന്മാരെയൊക്കെ നോക്കിയാൽ മുക്കുവന്മാരായിരുന്നവരും പഠിക്കാത്തവരും ഒക്കെ ആയിരുന്ന ആൾക്കാരാണ്. പൗലോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തനിക്ക് ദേഹത്തിൽ പ്രയാസങ്ങളുണ്ടായിരുന്നു, താൻ വലിയ പേഴ്സണാലിറ്റി ഒന്നും ഉള്ള ആളായിരുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിലും സുവിശേഷം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ the power of the gospel turned them into powerhouse. Praise the Lord. Hallelujah. ഇവിടെ സെർവർ ടേൺഡ് പ്രീച്ചർ, മേശയിൽ ശുശ്രൂഷിച്ചവൻ ഇപ്പോൾ അവൻ എന്തായി മാറി? അവൻ ഒരു സുവിശേഷകനായിട്ട് മാറി. പ്രൈസ് ദി ലോർഡ്. പ്രീച്ചിങ് ദ വേർഡ് ഇഗ്നൈറ്റഡ് ഫിലിപ്സ് ഫെയ്ത്ത്. അത് മാത്രമല്ല, ഇവിടെ നമ്മൾ വായിച്ചു ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളും പുരുഷാരങ്ങൾ കേട്ടു. ഫിലിപ്പോസിന് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാൻ സാധിച്ചതിന് കാരണം സുവിശേഷം തൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ തൻ്റെ വിശ്വാസം വർദ്ധിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആൻഡ് ഫെയ്ത്ത് റിലീസ്ഡ് ദ മിറക്കിൾ വർക്കിംഗ് പവർ. വചനം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ, വചനം നമ്മൾ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുമ്പോൾ, ദൈവം തൻ്റെ വചനത്തെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും സ്ഥിരീകരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം തൻ്റെ വചനത്തെ, അതാണ് ഇവിടെ സംഭവിച്ചത്. ഫിലിപ്പോസിൽ കൂടി ദൈവശക്തി വ്യാപരിച്ചതിൻ്റെ കാരണം ഫിലിപ്പോസ് ദൈവവചനം സംസാരിച്ചു. പ്രൈസ് ദി ലോർഡ്. സുവിശേഷം ഗാസ്പൽ ഈസ് ദ പവർ ഓഫ് ഗാഡ്. വെൻ ഹി പ്രീച്ച്ഡ് ദ ഗാസ്പൽ, ബൈബിൾ സേസ് faith comes by hearing the word of God.
ദൈവവചനം കേട്ടപ്പോൾ വിശ്വാസമുണ്ടായി. ആ വിശ്വാസം ആദ്യമേ ഫിലിപ്പോസിലുണ്ടായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രീച്ചിങ് ദ വേർഡ് ഓഫ് ഗാഡ് ഇഗ്നൈറ്റഡ് ഹിസ് ഫെയ്ത്ത്. അവൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു. ആൻഡ് ദാറ്റ് ഫെയ്ത്ത് റിലീസ് ദ മിറക്കിൾ വർക്കിംഗ് പവർ. അതുകൊണ്ടാണ് അനേക അശുദ്ധാത്മാക്കൾ പുറത്തു പോകുവാനും മുടന്തരെ സൗഖ്യമാകുവാനും ഒക്കെയും ഇടയായിത്തീർന്നു. തന്നെയല്ല, അവിടെ എഴുതിയിരിക്കുന്നത് എനിക്ക് വളരെയധികം എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യമാണ് എൻ്റെ 8-ാം വാക്യം. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സുവിശേഷം വരുന്നിടത്ത് എല്ലാം സന്തോഷമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. സുവിശേഷം നമ്മളുടെ ജീവിതത്തിൽ സുവിശേഷം സംസാരിക്കുന്നയാളിനും സുവിശേഷം കേൾക്കുന്നയാളിനും അവരുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാകും. ആ വ്യത്യാസം വന്നു കഴിയുമ്പോൾ അവിടെ വളരെ സന്തോഷമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഇന്ന് രാത്രി ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലും ഈ സന്തോഷത്തിൻ്റെ അനുഭവം, ഈ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും വീര്യപ്രവൃത്തിയുടെയും അനുഭവം നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെയും സുവിശേഷത്തിൻ്റെ ഒരു ശക്തി വെളിപ്പെടുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ കൂടി പ്രവർത്തിക്കുകയും നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ വലിയ സന്തോഷമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. വലിയ സന്തോഷമുണ്ടായി ആ പട്ടണത്തിൽ. എൻ്റെ വാക്കുകളെ ഞാൻ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് അടുത്തതായിട്ട് ഇതിൻ്റെ തുടക്കമായിട്ട് ഇതിൻ്റെ 26-ാം വാക്യത്തിൽ നമ്മൾ പോയിട്ട് തിരിച്ചു വരാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഇത് രണ്ടും വളരെ വളരെ തുടർച്ചമാനമുള്ള ഒരു വിഷയമായതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ 26-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പ്രൈസ് ദി ലോർഡ്. ഇതിന് ശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. എന്നാൽ ഈ ഫിലിപ്പോസിൻ്റെ സുവിശേഷത്തിൻ്റെ തുടക്കം കാണിക്കാൻ വേണ്ടി 26-ാം വാക്യം മുതലേ നമുക്ക് ഒന്ന് വായിക്കാം. ആരെങ്കിലും ഒരാൾ 26-ാം വാക്യം മുതലേ പ്രൈസ് ദി ലോർഡ് അതിൻ്റെ 28-ാം വാക്യം വരെ ഒന്ന് വായിച്ചാൽ. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് ചെന്ന് തെക്കോട്ട് യെരുശലേമിൽ നിന്നു ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകാം എന്ന് പറഞ്ഞു. അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്ദക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ഡനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനായ കണ്ടു. അവൻ യെരുശലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകയിൽ തേരിലിരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. ആത്മാവ് ഫിലിപ്പോസിനോട്, നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. മതി സിസ്റ്റർ, താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാം ഇന്ന് വായിക്കാനുള്ള സമയം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് 15 മിനിറ്റൂടെ ഉള്ളൂ നമ്മുടെ മുമ്പിൽ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇങ്ങനെ ശമറിയായിൽ ഈ വലിയ ഒരു, എൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഒരു സുവിശേഷ വിപ്ലവം നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ ഒരു കാര്യം ഓർക്കണം. ഈ ശമരിയയിലാണ് കർത്താവ് പല പ്രാവശ്യം പോയി സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ കർത്താവിനെ അവരെ അംഗീകരിക്കാത്ത പല സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നോക്കിക്കേ, അതേ ശമറിയയിൽ ഒരു വലിയ സുവിശേഷ വിപ്ലവം നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഒരു സ്ഥലത്ത് പോയി നമ്മൾ സുവിശേഷം പറഞ്ഞ് ആ സമയം കൊണ്ട് ആരെങ്കിലും രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല എങ്കിൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, ശമരിയ പട്ടണത്തിൽ കർത്താവ് പോയി സുവിശേഷം പറഞ്ഞ് അവിടെ ഒരു വളരെ ദുർമാർഗത്തിൽ ജീവിച്ച ഒരു സ്ത്രീ അവളെ രക്ഷിക്കപ്പെടുകയും അവൾ പോയി മറ്റുള്ളവരോട് പറഞ്ഞ് ശമരിയ പട്ടണത്തിൽ വളരെ സുവിശേഷം കേൾക്കാൻ ഇടയായ ഒരു സ്ഥലമാണ്. എന്നാൽ ഈ സമയത്ത് അതിനേക്കാളും വലിയ ഒരു സുവിശേഷ വിപ്ലവം സമരിയ പട്ടണം മുഴുവൻ സന്തോഷിക്കത്തക്ക രീതിയിൽ വലിയ ഒരു ആത്മശക്തി വെളിപ്പെടുകയും ജനം മുമ്പോട്ട് വരികയും ചെയ്ത ഒരു അനുഭവം നമ്മൾ കാണുകയാണ്. അങ്ങനെ വളരെ ശക്തിയോടെ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനേകങ്ങൾ കർത്താവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അനേകരെ രക്ഷിക്കപ്പെടുന്ന സമയത്ത്, സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഭൂതങ്ങൾ പുറത്താക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്ന സമയത്ത് എന്താണ് പറഞ്ഞത്? ഫിലിപ്പോസിനോട് കർത്താവ് എന്താ പറഞ്ഞത്? 26-ാം വാക്യം. അനന്തരം കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗാസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകാൻ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ പറഞ്ഞത്. സ്പിരിറ്റ് ലീഡിങ്. നമ്മുടെ ചിന്താഗതിയിൽ അന്ന് ഫിലിപ്പോസ് ഈ ശമറിയ പട്ടണത്തിൽ നിന്ന് ഈ നടക്കുന്ന വേല വിട്ടിട്ട് പോകാമെന്ന് പറയുന്നത്
വളരെ നമുക്ക് ചിന്തിക്കാൻ വയ്യാത്തൊരു കാര്യമാണ്. ഇത്രമാത്രം വലിയ രീതിയിൽ പ്രവർത്തനം നടക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, എന്തുകൊണ്ടാണ് ഈ ഫിലിപ്പോസിനോട് ദൈവത്തിൻ്റെ ആത്മാവ് ദൈവദൂതൻ ഇറങ്ങി വന്ന് പറഞ്ഞു, നീ ഇതാ ഇവിടുന്ന് ഇതെല്ലാം വിട്ടിട്ട് മരുഭൂമിയിൽ ഒന്നുമില്ലാത്ത നിർജ്ജന പ്രദേശത്ത് അവിടെ ഗാസയ്ക്ക് പോകുന്ന ആ വഴിയിലേക്ക് പോകാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്ത ഭാഗം വായിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് 27-ാം വാക്യം, അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ പൈതലെ, ഇതാണ് ഒരു ദൈവദാസന്റെ സ്വഭാവത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമായിരിക്കുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ, ഇത്രമാത്രം ശക്തിയോടെ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാ പറഞ്ഞു, നീ ഇതെല്ലാം വിട്ടിട്ട് ആ മരുഭൂമിയിലേക്ക് പോകാൻ പറഞ്ഞു. അവിടെ ചെന്ന് അതിനു മുമ്പ് പറഞ്ഞൊന്നുമില്ല, ഞാൻ അവിടെ ഒരാളെ പരിചയപ്പെടുത്തി തരാം, രക്ഷിക്കപ്പെടുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ആ വാക്കിൻ്റെ മുമ്പിൽ ഫിലിപ്പോസ് ഇറങ്ങി. ഇതായിരിക്കണം ഒരു സുവിശേഷകന്റെ സ്വഭാവത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഒരു സുവിശേഷകന്റെ സ്വഭാവം, പ്രൈസ് ദി ലോർഡ്, അത് സുവിശേഷകന്റെ ഉദ്ദേശപ്രകാരമല്ല, സുവിശേഷത്തിൻ്റെ നാഥനായിരിക്കുന്ന കർത്താവിൻ്റെ കൽപ്പനപ്രകാരം എന്തു പറഞ്ഞാലും എപ്പോൾ പറഞ്ഞാലും ഏത് രീതിയിൽ പറഞ്ഞാലും അത് ചെയ്യുവാൻ തക്കവണ്ണം നാം കടപ്പെട്ടവരാണ്. അതിനുവേണ്ടി നമ്മൾ സമർപ്പിച്ചു കൊടുത്ത് നമ്മളെ തന്നെ ദൈവസേവ സമർപ്പിച്ചവരായിരിക്കണം. ഇവിടെ ഫിലിപ്പോസിന് യാതൊരു പ്രശ്നവുമില്ലാതെ അവൻ അവിടേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിനൊരു വലിയ പ്ലാൻ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ ചെന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും വിശ്വാസികളാണ്, മിക്കവാറും എല്ലാവരും വിശ്വാസികളാണ്. നിങ്ങൾക്ക് ഈ വചനം അറിയാവുന്നതുകൊണ്ട് ഇത് മുഴുവൻ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ പറയുകയാണ്. ഇതിൻ്റെ ബാക്കിയുള്ള കഥ അങ്ങ് പറഞ്ഞ് ചരിത്രം പറഞ്ഞ് ഇന്ന് ചുരുങ്ങിയ സമയത്തിൽ നമുക്ക് അവസാനിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. അവിടെ ഈ തേരിനോട് അടുത്ത് ചെന്നപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഇത് ഈ മരുഭൂമിയിൽ ചെന്നപ്പോൾ ഈ നിർജ്ജനമായ റോഡിലെ വഴിയിൽ ഒരു തേര് കണ്ടു. അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ പുറപ്പെട്ട് ചെന്നപ്പോൾ കന്നക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ണൻ അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനായ ഒരു എത്യോപ്യനെ കണ്ടു. അവൻ യെരൂശലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകയിൽ തേരിൽ ഇരുന്ന് യെശയ്യാപ്രവചനം വായിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറയാൻ വന്നൊരു വിഷയം ഇതാണ്. ഇവൻ യെരൂശലേമിൽ പോയി ഇവിടെ ഈ വലിയ ആ രാജ്ഞിയുടെ ഒരു ഗവൺമെൻറ്റിൽ വളരെ നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അവനെ നമസ്കരിക്കാൻ യെരൂശലേമിൽ വന്നു. വിശ്വാസിയല്ല, എന്നാൽ യഹൂദ മതത്തോടും യഹൂദന്മാരുടെ ആചാരത്തോടും ദൈവത്തോടും ഒക്കെയും ഭക്തിയുള്ള ഒരു വ്യക്തിയാണ്. അവൻ യെശയ്യാ പ്രവചനത്തിൻ്റെ ചുരുൾ മേടിച്ച് അതും കൊണ്ട് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവനെ രക്ഷിക്കാനുള്ള ഒരു പണി ചെയ്യുകയാണ്. ഇന്ന് രാത്രി ഓർക്കണം, വലിയ സുവിശേഷത്തിൻ്റെ മുമ്പിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തനവും ചെയ്ത് അനേകങ്ങളെ വിശ്വാസത്തിലേക്ക് വരുന്നതിൻ്റെ ഇടയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവദാസനോട് പറയുകയാണ്, ഇതെല്ലാം വിട്ടിട്ട് നീ ഇവിടെ പോയി ആ മരുഭൂമിയിൽ പോയി ഒരു വ്യക്തിയോട് സുവിശേഷം അറിയിക്കുക. ദൈവത്തിൻ്റെ പൈതലെ, ഇന്ന് രാത്രി ഓർക്കണം, ഒരു ആത്മാവിൻ്റെ വില ദൈവസേനയിൽ എത്ര വലിയതാണെന്ന് നാം ഇവിടെ മനസ്സിലാക്കണം. അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ്റെ ഹൃദയം യെരൂശലേമിൽ നിന്ന് ഈ പോകുമ്പോൾ ഈ രാജ്ഞിയുടെ ആ മനുഷ്യൻ്റെ ഷണ്ണൻ്റെ ഹൃദയം ദൈവം കണ്ട് അവനെ രക്ഷിക്കുവാൻ ദൈവം ഒരു മാർഗമുണ്ടാക്കി. അത് ഒരു ദൂതനെയല്ല അയച്ചത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മനുഷ്യരാലാണ് സുവിശേഷം. ഈ the gospel is committed to our trust. മനുഷ്യരെയാണ്, നമ്മളെയാണ് സുവിശേഷത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തത്, ദൂതന്മാരെയല്ല. അതുകൊണ്ട് അവിടെ പോയി സുവിശേഷം അറിയിച്ചു. അവിടെ ചുരുക്കി പറയട്ടെ, ഈ ഷണ്ണൻ വായിക്കുന്നത് ഫിലിപ്പോസ് കണ്ടപ്പോൾ ചോദിച്ചു, നീ വായിക്കുന്നത് എന്നൊക്കെ മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ്, ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാതെ എങ്ങനെയാണ് മനസ്സിലാകുന്നതെന്നാൽ ഞാൻ കയറി വരട്ടെ എന്ന് ചോദിച്ച് അവിടെ കയറിയിരുന്ന് താൻ ആ ഭാഗം യെശയ്യാ പ്രവചനത്തിൻ്റെ 53-ാം അധ്യായം നമുക്കറിയാം. ആ ഭാഗമാണ് അവിടെ വായിച്ചുകൊണ്ടിരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നത്, തേരിൽ ഇരുന്ന് യെശയ്യാ പ്രവചനം വായിക്കുകയായിരുന്നു. ആത്മാവ് ഫിലിപ്പോസിനോട് നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്കുക എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ യെശയ്യാ പ്രവചന പുസ്തകം വായിച്ച് കേട്ടു. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. 32-ാം വാക്യം, തിരുവെഴുത്തിൽ അവൻ വായിച്ച ഭാഗം
അടക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി രോമം കത്തിരിക്കുന്നതിന് മുമ്പിൽ അവനെ പ്രൈസ്തലോട് മിണ്ടാതെ ഇരുന്നു എന്നുള്ള കർത്താവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് യെശയ്യാ പ്രവചിച്ച പ്രവചന ഭാഗം ഇവൻ വായിക്കുമ്പോൾ ഫിലിപ്പോസ് അവന് ഇതാരെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് എന്നെല്ലാം സംസാരിച്ചു. പ്രൈസ്തലോട് ഹല്ലേലൂയ. അങ്ങനെ 34 വാക്യത്തിൽ ഷണ്ണൻ ഫിലിപ്പോസിനോട് ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞു. 35 വാക്യം, ഫിലിപ്പോസ് ഈ തിരുവെഴുത്തിനെ ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അവർ അങ്ങനെ വഴിപോകയിൽ വെള്ളമുള്ള ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഷണ്ണൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധമെന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം എന്ന് പറഞ്ഞ യേശു ക്രിസ്തു ദൈവത്തിൽ നിന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് അവൻ ഉത്തരം പറഞ്ഞു. അങ്ങനെ അവർ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിലിറങ്ങി. അവനെ സ്നാനം കഴിപ്പിച്ചു. അവൻ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. വളരെ നമ്മൾ ചിന്തിക്കണം. ഈ തേരിൽ ഇരുന്ന് താൻ സുവിശേഷം പറയുകയാണ്. എന്തായിരിക്കും പറഞ്ഞതെന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ യെശയ്യാ പ്രവചനത്തിൻ്റെ ഈ ഭാഗത്തിൽ നിന്നാണ് താൻ സംസാരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെയും കാൽവറിയിൽ കൂടിയുള്ള തൻ്റെ മരണത്തിൽ കൂടിയുള്ള രക്ഷയും, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് നീ രക്ഷിക്കപ്പെടണമെന്നും രക്ഷിക്കപ്പെട്ടതിൻ്റെ അവസാനമായിട്ട് നീ സ്നാനപ്പെടണമെന്നും പരിശുദ്ധാത്മാഭിഷേകം ലഭിക്കണമെന്നും എന്നുള്ള മുഴുവൻ കാര്യങ്ങളും ഈ തേരിൽ ഇരുന്ന് ഈ ഷണ്ണനോട് സംസാരിച്ചത് കൊണ്ടാണ് വെള്ളം കണ്ടപ്പോൾ ഇനിയും എനിക്ക് സ്നാനപ്പെടാൻ എന്താണ് കുറവ് എന്ന് ചോദിക്കാനിടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒന്നുകൊണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, പ്രൈസ് ദി ലോർഡ്, അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് ഷണ്ണൻ്റെ ഹൃദയത്തോട് സംസാരിച്ചു. അവൻ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. രക്ഷയുടെ അനുഭവം പ്രാപിച്ചവൻ സ്നാനപ്പെടണമെന്നുള്ളത് ദൈവകൽപ്പന ആയതുകൊണ്ട് അവിടെ വച്ച് തന്നെ ഫിലിപ്പോസ് അവനെ സ്നാനപ്പെടുത്തി. ഒരു കണ്ടീഷനേ ഉള്ളൂ, യേശു ക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചു, അവൻ ഉയർത്തപ്പെട്ടു, ഇന്നും ജീവിക്കുന്നു. ആ യേശു ക്രിസ്തുവിനെ നീ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നെങ്കിൽ ദാറ്റ് ഈസ് ഓൾ യു നീഡ് ടു ബി സേവ്ഡ്. അങ്ങനെയുള്ളവരെ സ്നാനപ്പെടുത്താൻ പറഞ്ഞതുകൊണ്ട് അവിടെ അവനെ സ്നാനപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മൾ ആരെങ്കിലും ആയിരുന്നു വിചാരിച്ചതന്നെ ഫിലിപ്പോസ് പറഞ്ഞാൽ നീ അവിടെ ചെന്ന് രാജ്ഞിയൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെയുള്ള എല്ലാവരും വിളിച്ച് ഒരു സ്നാന ശുശ്രൂഷ ചെയ്യാൻ ഞാനും വരാം എന്ന് പറയുകയല്ല. പിന്നെയോ അവിടെ തന്നെ സ്നാനപ്പെടുത്തി. ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണെങ്കിൽ, ദിസ് ടോക്സ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ആൻഡ് ദി എമിനൻസ് ഓഫ് ബാപ്റ്റിസം. രക്ഷിക്കപ്പെട്ടവരെ സ്നാനപ്പെടുത്തുക, അതിന് വേറെ സമയങ്ങളൊന്നും നമ്മൾ തിരിച്ച് വെക്കേണ്ട ആവശ്യമില്ല. അതിനുള്ള അതിന് വലിയ മീറ്റിങ്ങുകളുടെ ഒന്നും ആവശ്യമില്ല. രക്ഷിക്കപ്പെട്ടവനെ അന്നേരം തന്നെ സ്നാനപ്പെടുത്തുക. അവൻ്റെ ജീവിതത്തെ പിന്നീട് ദൈവമാണ് അവനെ മാറ്റുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ ഒട്ടും സമയം കളയാതെ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്രൈസ് ദി ലോർഡ് കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞ് അവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വാക്കുകളെ അവസാനിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൽ നിന്ന് ശക്തി ലഭിക്കുമ്പോൾ നിങ്ങൾ യെരുശലേമിലും യഹൂദിയായാലും ശമറിയായാലും ഭൂലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ പ്രവചനം ഇതാ അക്ഷരികമായി ഇവിടെ പ്രവർത്തീകരിക്കപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആദ്യ നൂറ്റാണ്ടിലെ സഭയും അപ്പോസ്തലന്മാരും വിശ്വാസികളും അവരേക ഹൃദയത്തോടെ കർത്താവ് പറഞ്ഞ ആ വാക്കുകൾ അവിടെ ഹൃദയത്തെ സ്പർശിച്ചു. അവരെവിടെയെല്ലാം പോയോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ ആത്മാവിനാൽ അവർ നടത്തപ്പെട്ടു. ഇപ്പോൾ ഈ യെരുശലേമിലും യഹൂദിയായാലും ശമറിയായാലും മാത്രമല്ല, ഇതാ ഒരു ഷണ്ണനെ സ്നാനപ്പെടുത്തി എത്യോപ്യയിലേക്ക് വിടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം ഇതാ ഇതിൻ്റെ ഒരു ബിഗിനിങ് ആയിട്ട് ലോകമെമ്പാടും ഭൂലോകത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞതിൻ്റെ തുടക്കമായിട്ട് ഇതാ ദൈവത്തിൻ്റെ ഒരു ദാസൻ കൂടി ഫിലിപ്പോസിൽ കൂടി ഒരു ഷണ്ണൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് എത്യോപ്യയിലേക്ക് പോവുകയാണ്. എത്രമാത്രം മഹത്തായ ഒരു അനുഭവമാണെന്ന് ചിന്തിച്ചു നോക്കുക. മേശയിൽ ശുശ്രൂഷിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായിരിക്കുന്ന ഫിലിപ്പോസിൻ്റെ ജീവിതത്തിൽ
ദൈവം ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ, ഹല്ലേലൂയ, എങ്ങനെ ദൈവം അവനെ ഉപയോഗിച്ചു എന്ന് ഓർക്കുമ്പോൾ, ഇന്ന് രാത്രി ദൈവത്തിന് പൈതലേ നമ്മുടെ ഹൃദയവും ഈ സന്തോഷം കൊണ്ട് നിറയേണ്ട മാത്രമല്ല, ഈ പ്രവർത്തനങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ ഇതുപോലെ അനേകരെ മുമ്പോട്ട് കൊണ്ടുവരുവാൻ നമുക്കും സാധിക്കും. കർത്താവിൻ്റെ ആത്മാവ് നമ്മൾ കൂടി പ്രവർത്തിക്കും. ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കപ്പെട്ടെ, വെറും നിസ്സാരമായ ഒരു വ്യക്തിയിൽ കൂടി, ഫിലിപ്പോസിൽ കൂടി, ഹല്ലേലൂയ, മേശിൽ ശുശ്രൂഷിച്ച ഫിലിപ്പോസിൽ കൂടി, ഹല്ലേലൂയ, ഇവിടെ കർത്താവ് പറഞ്ഞ പ്രവചനം അത് പൂർത്തീകരിക്കുവാൻ ദൈവം ഉപയോഗിച്ച ഒരു ദാസനാണ് ഫിലിപ്പോസ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തനിക്ക് വേറൊന്നും പറയാനില്ലെങ്കിലും ഒരു കാര്യം പറയാനുണ്ട്. താൻ he was a man of good reputation. അതാണ് 6-ാം അധ്യായത്തിലെ തെരഞ്ഞെടുപ്പിലെ ഒരു വിഷയം. നല്ല സാക്ഷ്യമുള്ളവനും വിശ്വാസമുള്ളവനും പരിശുദ്ധാത്മ നിറവുള്ളവനുമായിട്ടുള്ള ആൾക്കാരെയാണ് അന്ന് തിരഞ്ഞെടുത്തത്. അതാണ് ഒരു സുവിശേഷകനെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ക്രൈറ്റീരിയ. നല്ല സാക്ഷ്യമുള്ളവൻ, പരിശുദ്ധാത്മ നിറഞ്ഞവൻ, വിശ്വാസമുള്ളവൻ. ഹല്ലേലൂയ. ഇങ്ങനെയുള്ളവരെ തിരഞ്ഞെടുക്കുന്നത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുമ്പോൾ ദൈവത്തിൻ്റെ കരം അവരോട് ഇരിക്കുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി 1-2 കാര്യങ്ങൾ നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ പ്രാവർത്തികമാക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഹൗ ഡു യു കോപ്പ് വിത്ത് ലോസ്, ഫെയിലിയർ ആൻഡ് ഗ്രീഫ്? നമ്മുടെ ജീവിതത്തിൽ വരുന്ന നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, അതിനെ നമ്മൾ എങ്ങനെ അതിനെ നമ്മൾ തരണം ചെയ്യും? പ്രൈസ് ദി ലോർഡ്. അത് അവരെന്ത് ചെയ്തു? they did not stop witnessing. അവർ സുവിശേഷം പറയുന്നത് നിർത്തിയില്ല. God turned their sorrow into joy. അവരുടെ കഷ്ടതയും പ്രയാസവും ശമറിയ പട്ടണത്തിലെ സന്തോഷം കാണുമ്പോൾ മാറ്റത്തക്കവണ്ണം ദൈവം അത്രമാത്രം അത്ഭുതം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. they lost their best friend Stephen but gained many more sons and daughters. അവർക്ക് അവരുടെ സ്നേഹിതനായിരുന്ന ആ സ്തേഫാനോസിനെ നഷ്ടപ്പെട്ടെങ്കിലും അനേക ആത്മാക്കളെ കണ്ട് സന്തോഷിക്കുവാൻ ദൈവം അവർക്ക് ഇടയാക്കി തീർത്തു. പ്രൈസ് ദി ലോർഡ്. 2, ഹൗ ഈസ് യുവർ അപ്രോച്ച് ടു ഔട്ട്സൈഡേഴ്സ്? ആ ഫിലിപ്പോസ് ഒരു യഹൂദനായിരുന്നെങ്കിലും ഒരു ശമറിയാക്കാരനെ പോയി സുവിശേഷം അറിയിക്കുവാൻ തക്കവണ്ണം യാതൊരു പ്രയാസവുമില്ലാതെ വലിയ പ്രവർത്തനത്തിൻ്റെ മധ്യത്തിൽ താൻ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം, പരിശുദ്ധാത്മാവിൻ്റെ ആലോചന പ്രകാരം താൻ ഒരാത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ആ ഷണ്ണനെ ഉള്ള രക്ഷയ്ക്ക് വേണ്ടി ആ മരുഭൂമിയിലേക്ക് താൻ പോയി. പ്രൈസ് ദി ലോർഡ്. 3-ാമത് എനിക്ക് നിങ്ങൾ ഓർപ്പിക്കാനുള്ളത്, ഈവൻ ദ സ്മോളസ്റ്റ് വെപ്പൺ ഈസ് എ മൈറ്റി ടൂൾ ഇൻ ദ ഹാൻഡ് ഓഫ് ഗാഡ്. വെറും നിസ്സാരമെന്ന് നമ്മൾ വിചാരിക്കുന്നെങ്കിലും നിസ്സാരങ്ങളെ വലിയതാക്കി മാറ്റാൻ കഴിവുള്ള ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാൽ ആ നിസ്സാരങ്ങളെ വലിയമാക്കാൻ ദൈവത്തിന് സാധിക്കും. 7 അപ്പം കൊണ്ട് ആയിരങ്ങളെ പോഷിപ്പിച്ചവൻ, 5 അപ്പം കൊണ്ട് അനേകങ്ങളെ പോഷിപ്പിച്ചവൻ്റെ കയ്യിൽ നമ്മളെയും കൊടുത്താൽ അനേകായിരങ്ങളെ പോഷിപ്പിക്കുവാൻ ദൈവം നമ്മളെയും എടുത്ത് ഉപയോഗിക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വാക്കുകൾ ഇന്ന് രാത്രി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ 7-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ മറന്നു പോകരുത്, ലൂക്കോസിൻ്റെ ഉദ്ദേശം എന്താണ്? പ്രതികൂലങ്ങളുടെ മധ്യത്തിലും വളരുന്ന ഒരു സഭ. പ്രൈസ് ദി ലോർഡ്. പ്രതികൂലത്തിൻ്റെ മധ്യത്തിലും വളരുന്ന ദൈവത്തിൻ്റെ സഭ. അതുകൊണ്ട് ആർക്കും നശിപ്പിക്കാൻ കഴിയത്തില്ല. എൻ്റെ സഭയെ ഞാൻ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ കീഴ്പ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനം ഇന്ന് രാത്രി എൻ്റെ നിങ്ങളുടെയും കാതുകൾ മുഴങ്ങട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കഷ്ടതകളുടെയും ശോധനകളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യത്തിൽ കർത്താവിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടാൻ തക്കവണ്ണം നമ്മളെ സമർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി എൻ്റെ വാക്കുകളെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ സ്തേഫാനോസ്, ഫിലിപ്പോസ് ക്രിസ്തീയ ചരിത്രത്തിലെ 2 വലിയ കല്ലുകൾ. പ്രൈസ് ദി ലോർഡ്. അവരെ എങ്ങനെ ദൈവരാജ്യത്തെ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും വീര്യപ്രവർത്തികളുടെയും ഒരു ശുശ്രൂഷയാക്കി മാറ്റി ദൈവകൃപയിൽ അവരെങ്ങനെ വളർന്നു, ദൈവത്തിൻ്റെ കരങ്ങളിൽ എങ്ങനെ അവരെ ആകപ്പെട്ടു, പട്ടണങ്ങൾ രക്ഷിക്കപ്പെട്ടു, കർത്താവിൻ്റെ പ്രവചനങ്ങൾ, വാക്കുകൾ നിവൃത്തീകരിക്കപ്പെടുവാൻ തക്കവണ്ണം, ലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ തക്കവണ്ണം ഈ എളിയ ദാസന്മാർക്കും സഹായിച്ചു. കർത്താവ് ഇന്ന് രാത്രി കേൾക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെയുള്ള സ്വർഗത്തിലെ അനുഭവം ഞങ്ങളുടെ മേലും പകരണമെന്ന് ഇന്ന് രാത്രി കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. സകല കേൾവിക്കാരിലും എല്ലാ സ്റ്റുഡൻസിലും ഇന്ന് രാത്രി ഈ സുവിശേഷത്തിൻ്റെ ഈ പ്രാഗൽഭ്യം കർത്താവെ സംസാരിക്കാനുള്ള പ്രാഗൽഭ്യം
അത് കൊടുക്കണമേ. അതിനുള്ള ദാഹം കൊടുക്കണമേ, അതിനുള്ള വിശപ്പ് കൊടുക്കണമേ, അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള കൃപ കൊടുക്കണമേ എന്ന് കർത്താവ് ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി വചനം കേട്ടതിനായിട്ട് സ്തോത്രം, ഇത് പഠിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവ് നിങ്ങളുടെ മേൽ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുപ്പാൻ കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രിയിലും ദൈവം സഹായിച്ചതോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ ദാസനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ പിരിയാം. അവസാനമായി ബ്രദർ അജു തോമസ് പ്രാർത്ഥിച്ചാട്ട്. ബ്രദർ അജു തോമസ് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ഗോഡ്. അജു ഇല്ലയോ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സിസ്റ്റർ ബീന ജോൺ പ്രാർത്ഥിച്ചാട്ട്. അജു. പ്രൈസ് ദി ലോർഡ്. അജുവിന് പ്രാർത്ഥിക്കാമോ? അജു അൺമ്യൂട്ട് ചെയ്തെന്ന് തോന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ഗോഡ്. ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചാട്ട്. ആരെങ്കിലും ഒരാള് ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പ. ഇന്നത്തെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വലിയൊരു ക്ലാസ് കേൾക്കുവാനും ദൈവവചനം ആഴത്തിൽ ഗ്രഹിക്കുവാനും തക്കോണം കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നപ്പ. ദൈവമേ, ഞങ്ങളുടെ ദേവദാസനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ബൈബിൾ കോളേജിനെ ഏറ്റവും സമർത്ഥമായി അനുഗ്രഹിച്ച് ഞങ്ങളെ ഏവരെയും വഴി നടത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പരിശുദ്ധാത്മാവിന്റെ ആലോചന കിട്ടുമ്പോൾ അത് നിരസിക്കുന്നവരായി തീരാതെ പരിശുദ്ധാത്മാവ് പറയുമ്പോൾ അത് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുത്ത് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ദൈവഹിതം നിറവേറുവാൻ തക്കോണം കർത്താവ് എങ്ങോട്ട് പോകുവാൻ പറഞ്ഞാൽ അവിടെ പോയി സുവിശേഷം അറിയിക്കുവാൻ തക്കോണം ദൈവജനമെല്ലാം ഉണരുവാൻ തക്കോണം കർത്താവെ ഈ പാഠശാല ഉപകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, തിരുവചനം കേൾക്കുന്നവരെയും യൂട്യൂബിൽ കൂടെ ഇനി കേൾക്കുന്നവരെയും കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഒരിക്കൽ കൂടി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്ന എല്ലാവർക്കുമായി സ്തോത്രം. സകല പ്രാർത്ഥനയും യാതനയും നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. 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 താങ്ക് യു സിസ്റ്റർ സാലി കുവൈറ്റ്. ദൈവം സഹായിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും നമ്മോടും എല്ലാ വിഷയങ്ങളോടും പ്രത്യേക ഇന്ന് ക്ലാസ് എടുത്ത കർത്താവിന്റെ ദാസനോട് ഇത് ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇത് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നാളെ വൈകിട്ട് വീണ്ടും കാണാം. താങ്ക് യു.